ഞാൻ നേരത്തെ പറഞ്ഞ അൻവർ അലി എന്ന് പറയുന്ന സുഹൃത്ത്, അദ്ദേഹത്തോട് ഞാൻ മുൻകൂട്ടി അനുവാദമൊന്നും വാങ്ങിച്ചിട്ടില്ല, പക്ഷേ ക്ഷമിക്കുമെന്ന് വിചാരിക്കുന്നു. മറ്റൊന്നും കൊണ്ടുമല്ല, ഞാൻ ഇത് വായിച്ചു. ഇത് മുന്നേയും ഇദ്ദേഹം ഇതിൻ്റെ പല ഭാഗങ്ങളായിട്ട് പല സ്ഥലങ്ങളിൽ പറയുകയും എഴുതുകയൊക്കെ ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. പല സ്ഥലത്തും ഞാൻ കണ്ടിട്ടുള്ള വിഷയങ്ങളാണ്. മറ്റു പല ആളുകളും അതെല്ലാം ഒരു സ്ഥലത്ത് നമുക്ക് കാണാൻ കഴിയുന്നു എന്നതിൻ്റെ പേരിൽ ഇത് കുറച്ച് ദൈർഘ്യമേറിയതാണെങ്കിലും വളരെ മികച്ച ഒരു പോസ്റ്റായിട്ട് എനിക്ക് തോന്നി. അപ്പോൾ അതൊന്ന് വായിക്കാമെന്ന് വിചാരിച്ചു. ഈ ശബ്ദം കൊടുത്ത് ചെയ്യുമ്പോൾ അതിനകത്ത് നമുക്കും ഒരു വലിയ ഒരു ഒരു ഇഷ്ടം തോന്നുന്നില്ല, ഒരു രസം തോന്നുന്നില്ല. ഇങ്ങനെ വായിക്കുമ്പോഴാണ് അതിനൊരു രസമായിട്ട് എനിക്ക് തോന്നാറുള്ളത്. അപ്പോൾ നമുക്ക് ആ വായനയിലേക്ക് കടക്കാം. അപ്പോൾ അൻവർ അലി എഴുതുകയാണ്. ജാനുവരി 3 എഴുതിയിരിക്കുന്നത്. കേരള മുസ്ലിങ്ങളുടെ പിന്നോക്ക അവസ്ഥയ്ക്ക് ഉത്തരവാദികൾ ഇസ്ലാം മതപണ്ഡിതർ മാത്രമാണ്. ഇതാണ് അതിൻ്റെ ആ ഒരു തലക്കെട്ട്. ഒരു സെക്കൻഡ്. അൽഫഹമ്മദില്ല. ഇസ്ലാമിക് ഗോൾഡൻ ഏജ് എന്ന പേരിൽ പേർഷ്യയിൽ മുസ്ലിങ്ങൾക്ക് ഒരു സുവർണ കാലഘട്ടം ഉണ്ടായിരുന്നു. കല, ശാസ്ത്ര, സാഹിത്യ, ദാർശനിക മേഖലകളിൽ വലിയൊരു മുന്നേറ്റം നടത്തിയ കാലഘട്ടമായിരുന്നു അത്. എന്നാൽ ആ യുഗം അവസാനിക്കാൻ കാരണമായത് ഇസ്ലാമിലെ തന്നെ മതപണ്ഡിതർ ആയിരുന്നു. ആ മതപണ്ഡിതർ തന്നെയാണ് ഇന്നും മുസ്ലിങ്ങളെ എല്ലാ മേഖലകളിലും പിന്നിലേക്ക് തള്ളിയിട്ടുകൊണ്ടിരിക്കുന്നത്. കേരളത്തിലെ മുസ്ലിങ്ങളുടെ നേതാക്കളായ സമസ്ത കാന്തപുരം മതപണ്ഡിതർ കേരള മുസ്ലിങ്ങളുടെ പിന്നോക്ക അവസ്ഥയ്ക്ക് കാരണമായത് എങ്ങനെ എന്ന് ഇവിടെ പരിശോധിക്കാം. ഇതാണ് ഈ പോസ്റ്റ്. ഇതിൽ ഒരു കാര്യത്തോടുള്ളൊരു വിയോജിപ്പ് ഞാൻ എപ്പോഴും പറയുന്നതാണ്. ഇസ്ലാമിക് ഗോൾഡൻ ഏജ് എന്നുള്ള ആ ടെർമിനോളജി അത് നമ്മളെങ്കിലും ഉപയോഗിക്കുന്നത് ഒന്ന് നിർത്തണം എന്നാണ് ഞാൻ പറയുക. കാരണം അതിനെ നമ്മൾ വിളിക്കേണ്ടത് ശരിക്കും അറബിക് ഗോൾഡൻ ഏജ് എന്നാണ് വിളിക്കേണ്ടത്. കാരണം അതിന് ഇസ്ലാമുമായിട്ട് ബന്ധമൊന്നുമില്ല. അറബിക് ലാംഗ്വേജ് സംസാരിച്ചിരുന്ന ഒരുപാട് ആളുകൾ അവരുടെ ദാർശനികമായ അത്തരത്തിലുള്ള മറ്റ് കഴിവുകൾ ഉപയോഗിച്ചുകൊണ്ട് ചെയ്ത് കൂട്ടിയ കാര്യങ്ങൾ, അതോടൊപ്പം ഇസ്ലാമിക് ഭരണം അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതൊരു കാര്യമാണ് പല സ്ഥലങ്ങളിലും. പക്ഷേ ഇസ്ലാമിക് ഭരണം ഇതിനെ എതിരായിട്ട് നിൽക്കുകയാണ് ചെയ്തത്. ഇത് അറിയുകയും കണ്ടുപിടിക്കുകയും ചെയ്ത സമയത്ത് ഇസ്ലാമിക ഭരണത്തിൻ്റെ അറിവില്ലാതെ അവർ ചെയ്ത മറ്റു പല കാര്യങ്ങളുടെ ഭാഗമായിട്ട് വന്ന ഒരു സംഗതി മാത്രമായിരുന്നു. അത് ഇവർക്കെതിരാണ്, മതത്തിനെതിരാണ് എന്ന് കണ്ടപ്പോൾ അതിനെ നിഷേധിച്ചുകൊണ്ട് അതിനെ ഇല്ലായ്മ ചെയ്യാൻ തന്നെയാണ് ഇസ്ലാമിക ഭരണകൂടങ്ങളും അതിൻ്റെ മതപണ്ഡിതരും ശ്രമിച്ചത്. അത് ഇതിൽ പറഞ്ഞതുപോലെ തന്നെയാണ് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ അതിനെ നമ്മൾ ശരിക്കും വിളിക്കേണ്ടത് അറബിക് ഗോൾഡൻ ഏജ് എന്നാണ്. ഇന്നിപ്പോൾ നമ്മൾ ഇംഗ്ലീഷ് ഗോൾഡൻ ഏജ് എന്ന് നമ്മൾ വിളിക്കുന്നത് പോലെ നമുക്ക് വിളിക്കാവുന്നൊരു കാര്യം. ബാക്കി കേരളത്തിലെ മുസ്ലിം സമൂഹം പിന്നാക്കം പോകാനുണ്ടായ പ്രധാന കാരണം സമസ്തയാണ്. സുന്നി പണ്ഡിതർ അവർ ഇംഗ്ലീഷ് ഹറാമാക്കുകയും പെൺകുട്ടികളെ എഴുത്ത് പഠിപ്പിക്കുന്നത് നിഷിദ്ധമാക്കുകയും സ്ത്രീകളുടെ ശബ്ദം പോലും ഔറത്ത്, പുരുഷൻ കാണാൻ കേൾക്കാൻ പാടില്ലാത്തതായി പ്രഖ്യാപിച്ചുകൊണ്ട് സ്ത്രീകളെ വെറും ഒരു പ്രസവ യന്ത്രമാക്കി മാറ്റി സമൂഹത്തെ ഒന്നടങ്കം പിന്നോട്ട് വലിക്കുകയുമാണ് ചെയ്തത്. ഇമാം ഗസാലിയെ പിന്തുടർന്നാണ് മുസ്ലിം സമൂഹത്തോട് സമസ്ത ഈ കൊടും ചതി ചെയ്തത്. ബ്രിട്ടീഷുകാരോടുള്ള വിരോധം മൂലമാണ് ഇംഗ്ലീഷ് ഹറാമാക്കിയത് എന്ന് അവർ ന്യായീകരണം പറഞ്ഞു നോക്കുന്നുണ്ടെങ്കിലും ബ്രിട്ടീഷുകാരുടെ വാലാട്ടികളായിരുന്നു സമസ്ത നേതാക്കൾ എന്നാണ് സമസ്തയുടെ ചരിത്രം പറയുന്നത്. അക്കഥ വിശദമായി പറയുന്നതിന് മുമ്പ് ഒരൽപ്പം പഴയ കാര്യങ്ങൾ പറയാം. ഒരു കാലത്ത് മുസ്ലിം ലോകമായിരുന്നു ലോക വിജ്ഞാന മുന്നേറ്റങ്ങളുടെ പതാക വാഹകർ. രാഷ്ട്രീയമായ മുന്നേറ്റം മൂലം പുറം ലോകവുമായി, വിശിഷ്യ ഗ്രീക്ക് ചിന്തകളുമായി ഒരു സങ്കലനം ഇസ്ലാമിക ലോകത്തുണ്ടായി. ഈ ചിന്താപരമായ സങ്കലനത്തിൻ്റെ ഫലമായി ഇസ്ലാമിക ലോകത്തു നിന്നും ഒരുപാട് അതുല്യ ശാസ്ത്ര പ്രതിഭകൾ ഉയർന്നു വന്നു. അങ്ങനെ പേർഷ്യൻ ഗോൾഡൻ ഏജ് എന്ന പേരിൽ മുസ്ലിങ്ങൾക്ക് സുവർണ യുഗമുണ്ടായി. അത് കറക്റ്റാണ്, പേർഷ്യൻ ഗോൾഡൻ ഏജ് എന്ന് വിളിക്കാം. ഇസ്ലാമിനകത്ത് ഈ കാലഘട്ടത്തിൽ ഉദയം ചെയ്ത മുഅ്തസിലിയ ചിന്താ പദ്ധതി, അതായത് മുഅ്തസില സ്കൂൾ ഓഫ് തോട്ട്, റാഷണലിസം വിതിൻ ഇസ്ലാം, ഈ മുന്നേറ്റങ്ങളെ ആശയപരമായി സ്വാധീനിച്ചു. ഭരണാധികാരികളിൽ നിന്ന് ഉറച്ച പിന്തുണ കൂടി കിട്ടിയതോടെ ലോകം മുമ്പെങ്ങും കണ്ടിട്ടില്ലാത്ത വിജ്ഞാന വിപ്ലവം ഇസ്ലാമിക ലോകത്ത് ഉണ്ടായി. മുഅ്തസിലികൾ എന്ന് അവരെ മറ്റു മുസ്ലിങ്ങൾ പരിഹസിച്ച് വിളിക്കുന്നതാണ്. വിഘടിച്ചു പോയവർ എന്നാണ് ഈ വാക്കിൻ്റെ അർത്ഥം. ഹസനുൽ ബസരി എന്ന സുന്നി പണ്ഡിതനാണ് അവരെ ഈ പേരിട്ട് വിളിച്ചത്. എന്നാൽ ഈ മുഅ്തസില മുന്നേറ്റങ്ങൾ ഇസ്ലാമിനെ തകർക്കുമെന്ന് വിശ്വസിച്ച ചില ഇസ്ലാമിക പണ്ഡിതന്മാർ ഇതിനെതിരെ രംഗത്തു വന്നു. ഗസാലിയും അഷ്ഹരിയുമായിരുന്നു ഇതിൽ പ്രമുഖർ. ഇസ്ലാമിൻ്റെ മൂല പ്രമാണങ്ങളും മൂല സിദ്ധാന്തങ്ങളും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അവർ ഈ മുന്നേറ്റങ്ങളെ നേരിട്ടു.
നിസാം അൽ മുൽക്കിനെ പോലുള്ള ഭരണാധികാരികളിൽ നിന്ന് രാഷ്ട്രീയമായ പിന്തുണ കിട്ടിയതോടെ അവരുടെ പരിശ്രമം വിജയം കണ്ടു. ഭരണാധികാരികൾക്ക് പ്രിയപ്പെട്ട ഒരുതരം പിന്തിരിപ്പൻ ഇസ്ലാമായിരുന്നു അത്. ഭരണാധികാരികളെ എതിർക്കൽ ഇവർ സ്ഥാപിച്ച ഇസ്ലാമിൽ മതവിരോധമായിരുന്നു. അങ്ങനെ രാഷ്ട്രീയമായും ചിന്താപരമായും സമ്പൂർണമായും ഷണ്ഡീകരിക്കപ്പെട്ട ആചാരങ്ങളാൽ മനുഷ്യജീവിതത്തെ സമ്പൂർണമായും വരിഞ്ഞുമുറക്കുന്ന ഒരു തരം മതമായി ഇവർ ഇസ്ലാമിനെ സ്ഥാപിച്ചു. ഇവർ സ്ഥാപിച്ച ഇസ്ലാമിൻ്റെ പിന്മുറക്കാരായതുകൊണ്ടാണ് കേരളത്തിലെ സമസ്ത സുന്നികൾ ബ്രിട്ടീഷുകാർക്ക് അനുകൂലമായി നിന്നത്. അതിൻ്റെ കഥ പിന്നാലെ വരുന്നുണ്ട്. ഈ ഇസ്ലാം എത്രത്തോളം അറുപിന്തിരിപ്പനായിരുന്നു എന്നതിന് ഒരു ഉദാഹരണം പറയാം. സുന്നികളായിരുന്ന ഓട്ടോമൻ തുർക്കിയിൽ അച്ചടി പോലും നിരോധിക്കപ്പെട്ടിരുന്നു. ഇവരുടെ പിന്മുറക്കാരാണ് കേരളത്തിലെ സമസ്തക്കാർ. ഇവരാണ് കേരള മുസ്ലിങ്ങളെ പിന്നിൽ നിന്ന് കുത്തിയത്. ഇപ്പോഴും മതം പറഞ്ഞ് സകല കാര്യങ്ങളിലും പിന്തിരിപ്പൻ നിലപാടുകൾ എടുക്കുന്നത്. ഇനി സമസ്തയുടെ ചരിത്രം പറയാം. പെൺകുട്ടികളെ എഴുത്ത് പഠിപ്പിക്കുന്നതിനെതിരെ സമസ്ത നടത്തിയ നീക്കങ്ങൾ. 1930 മാർച്ച് 16 മണ്ണാർക്കാട് വെച്ച് വെള്ളാനിക്കര മുഹമ്മദ് മുസ്ലിയാരുടെ അധ്യക്ഷതയിൽ ചേർന്ന സമസ്തയുടെ 4ാം വാർഷിക മഹാസമ്മേളനത്തിൽ അവതരിപ്പിക്കപ്പെട്ട പ്രമേയങ്ങളിൽ പ്രധാനമായതാണ് മുസ്ലിം സ്ത്രീകൾക്ക് കൈയെഴുത്ത് പഠിപ്പിക്കൽ നിഷിദ്ധമാക്കിയ പ്രമേയം. അതിൽ പറയുന്നത് ഇങ്ങനെയാണ്: സ്ത്രീകൾക്ക് കൈയെഴുത്ത് പഠിപ്പിക്കൽ ശറഇൽ മക്രൂഹ് ആണെന്നും മറ്റും പല മഹാന്മാരായ ഉലമാക്കൾ മുമ്പ് തന്നെ തീരുമാനിച്ചിട്ടുള്ളതാകയാൽ അവർക്ക് കൈയെഴുത്ത് പഠിപ്പിക്കൽ പ്രത്യേകം പാടില്ലാത്തതാണ്. സ്ത്രീകൾക്ക് കൈയെഴുത്ത് പഠിപ്പിക്കാൻ പാടില്ല എന്ന് ഈ യോഗം തീരുമാനിക്കുന്നു. CK മുഹമ്മദ് മൗലവി അവതരിപ്പിച്ചു. AP അഹമ്മദ് കുട്ടി മൗലവി പിന്താങ്ങി. അൽ ബയാൻ അറബി മലയാള മാസിക 1930 മാർച്ച് പുസ്തകം 1 ലക്കം 45 പേജ് 28. ഇത് എവിടെയെങ്കിലൊക്കെ റെഫറൻസ് വേണമെന്ന് ആഗ്രഹമുള്ള വിശ്വാസികൾക്ക് പോയി തപ്പാം. ഇക്കാര്യം സംബന്ധിയായി P. മമ്മദ് എന്നയാളുടെ ചോദ്യത്തിന്, മമ്മദ് ആ പേര് ഒന്ന് ശ്രദ്ധിച്ചേക്കൂ. ഞാൻ മുഹമ്മദ് നബീനെ മമ്മദ് എന്ന് വിളിക്കുമ്പോൾ എന്തോ വലിയ മോശമാണെന്നൊക്കെ വിചാരിക്കുന്ന ആളുകളുണ്ട്. ഒരു കാര്യം നിങ്ങൾ അറിയേണ്ടത്, മമ്മദ് കോയ, മമ്മദ് കാക്ക, മമ്മദ് ഹാജി എന്ന് പറഞ്ഞിട്ട് ഞാനൊക്കെ ജനിച്ചു വളർന്ന കാലം മുതൽ മുഹമ്മദ് എന്ന പേരിൻ്റെ അറബി പേരാണ് മുഹമ്മദ് എന്നുണ്ടെങ്കിൽ അതിൻ്റെ മലയാളീകരിച്ച ഒരു സംഗതിയാണ് മമ്മദ് എന്നുള്ളത്. അപ്പോൾ അത് കേട്ടിട്ട് നിങ്ങൾക്ക് കുഴപ്പമൊന്നും തോന്നേണ്ട കാര്യമില്ല. മുഹമ്മദ് നബിയെ ഞാൻ മമ്മദ് എന്ന് തന്നെ വിളിക്കുകയുള്ളൂ. അത് ഒരു ഉദാഹരണം ഇവിടെയാണ്. ഓക്കെ, ഇക്കാര്യം സംബന്ധിയായി P. മമ്മദ് എന്നയാളുടെ ചോദ്യത്തിന് സമസ്തയുടെ മുഫ്തി എഴുതിയ മറുപടിയിൽ പറയുന്നു: ഇക്കാലത്തുള്ള സ്ത്രീ അക്ഷരവിദ്യ അധികവും ദീനിയായ വിഷയത്തിലോ ശറഈ അനുസരിച്ച തോതിലോ കാര്യമായ ആവശ്യത്തിനോ അല്ലാത്തതോടുകൂടി അതിനാൽ കണക്കില്ലാത്ത പാപങ്ങൾ വന്നു വശാകുന്നതും പാപങ്ങൾക്കുള്ള ഉപകരണമാവുന്നതും ദൃഷ്ടിയാൽ അറിയപ്പെടുന്നതായും അനുഭവപ്പെടുന്നതായും വരുന്നതുകൊണ്ട് സ്ത്രീ അക്ഷരവിദ്യ ശറഈ അനുസരിച്ച വിധത്തിലും വിഷയത്തിലുമായാൽ അത് അസ്വലിൽ മക്രൂഹ് മാത്രമാണെങ്കിലും ഇക്കാലത്തുള്ള സ്ത്രീകൾക്ക് അക്ഷരവിദ്യ തീർച്ചയായും ഹറാമാവാൻ മാത്രമേ വഴി കാണുന്നുള്ളൂ. അൽ ബയാൻ പുസ്തകം 1 ലക്കം 3. ഇതൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഇത് താലിബാൻ പറയുന്നത് പോലെ തോന്നുന്നുണ്ടെങ്കിൽ മാപ്പ് കീജിയെ, വേറെ വഴിയില്ല. ഇത് രണ്ടും ഒന്ന് തന്നെയാണ്. താലിബാൻ തന്നെയാണ് സമസ്ത, സമസ്ത തന്നെയാണ് താലിബാൻ. വേറെ എവിടെയും പോയി തപ്പേണ്ട കാര്യമില്ല. ഇനി ഇബ്നു ഹജറുൽ ഹൈത്തമി, നമ്മുടെ ഹൈത്തമി എന്ന സുന്നി പണ്ഡിതൻ പെൺകുട്ടികൾക്ക് എഴുത്ത് പഠിപ്പിക്കൽ കറാഹത്ത്, വെറുക്കപ്പെട്ടത് ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ചുവട് പിടിച്ചാണ് സമസ്ത സമുദായത്തെ വഞ്ചിച്ചത്. ഈ അടുത്ത കാലം വരെ സമസ്തയുടെ മദ്രസകളിൽ പെൺകുട്ടികൾക്ക് കയ്യെഴുത്ത് പഠിപ്പിച്ചിരുന്നില്ല. പരീക്ഷാവേളയിൽ പെൺകുട്ടികളെ സ്വകാര്യമായി കൊണ്ടുപോയി ചോദ്യോത്തരം നടത്തുകയായിരുന്നു പതിവ്. കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല. ഈ തീരുമാനത്തെ ന്യായീകരിച്ചുകൊണ്ട് 1985 ഇറക്കിയ സമസ്തയുടെ 60ാം വാർഷിക സുവനീർ പറയുന്നത് ഇതാണ്: 1930 മാർച്ച് 16 മണ്ണാർക്കാട് വെച്ച് ചേർന്ന സമസ്തയുടെ 4ാം സമ്മേളനത്തിൽ, ഞാൻ നേരത്തെ വായിച്ച ആ കാര്യങ്ങൾ ഒന്നുകൂടി ആവർത്തിക്കുകയാണ്. ഒരു പ്രമേയം ചേർന്ന സമസ്തയുടെ 4ാം സമ്മേളനത്തിൽ അവതരിപ്പിക്കപ്പെട്ട ഒരു പ്രമേയം പുത്തൻവാദികളുടെയും പാശ്ചാത്യ പരിഷ്കരണവാദികളുടെയും വിമർശനത്തിന് വിധേയമായിട്ടുണ്ട്. സ്ത്രീകളെ കൈയെഴുത്ത് പഠിപ്പിക്കുന്നത് സംബന്ധിച്ചാണ് പ്രസ്തുത പ്രമേയം. എല്ലാ വിഷയങ്ങളിലും പുരുഷന്മാരോട് സ്വീകരിക്കുന്ന സമീപനമല്ല
സ്ത്രീകളോട് ഇസ്ലാം സ്വീകരിച്ചിരിക്കുന്നത്. ഈ വ്യത്യസ്തത ഏത് വിഷയത്തിൽ നാം വിലയിരുത്തിയാലും അന്തിമ വിശകലനത്തിൽ സ്ത്രീയുടെ മാനവും ആരോഗ്യവും സൗന്ദര്യവും നിലനിർത്താനുള്ളതായി നമുക്ക് കാണാവുന്നതാണ്. എഴുത്ത് പഠിപ്പിക്കുന്ന കാര്യവും ഇതിൽപ്പെടുന്നു. ഈ വിഷയത്തിലും പുരുഷന്മാരോട് സ്വീകരിച്ച സമീപനം സ്ത്രീകളോട് ഇസ്ലാം സ്വീകരിച്ചിട്ടില്ല. അതായത് സ്ത്രീകൾ കൈയെഴുത്ത് പഠിക്കേണ്ട കാര്യമില്ല. ഇങ്ങനെ പറയുന്നതിൻ്റെ ഇടയിലാണ് നമ്മളുടെ മറിയുമ്മ പോയിട്ട് ഇംഗ്ലീഷ് പഠിക്കാൻ നോക്കിയത് എന്ന് നിങ്ങളൊന്ന് ആലോചിക്കണം. 1930കളിലാണ് ഇത് സംഭവിക്കുന്നത്. ഈ എഴുതിയിരിക്കുന്നതും നിങ്ങൾക്ക് കാണാം 30കളിലാണ്. സ്ത്രീ കൈയെഴുത്ത് പഠിക്കുന്നതിന് ഭൗതികവുമായ വല്ല ഗുണവുമുണ്ടോ ഇല്ലേ എന്ന് ഇവിടെ പറയേണ്ടതില്ല. ഭൗതികമായ വല്ല ഗുണവും ഉണ്ടായാലും അക്കാര്യം നിരോധിക്കുന്നതിന് ശറയിൽ തടസ്സമില്ല. കള്ളിൽ ധാരാളം ഗുണങ്ങൾ ഉണ്ട് എന്ന് പറഞ്ഞ ഇസ്ലാം തന്നെ അടുത്ത നിമിഷത്തിൽ അക്കാര്യം ഹറാമാക്കിയല്ലോ എന്നാണ് അതിന് ഉദാഹരണം. അതായത് കൈയെഴുത്ത്, ഇവിടെ അപ്പുറത്ത് കള്ളുകുടി. എങ്ങനെയുണ്ട് മനോഹരമായ. ഞാൻ എപ്പോഴും നിങ്ങളൊക്കെ ആലോചിച്ചിട്ടുണ്ടാവും ചിലപ്പോൾ ഈ ഇസ്ലാമിസ്റ്റുകൾ വളരെ വിയേർഡായിട്ടുള്ള അല്ലെങ്കിൽ വളരെ എന്താ പറയുക ഒരു തരത്തിലും കമ്പയർ ചെയ്യാൻ പാടില്ലാത്ത സാധിക്കാത്ത സാധനങ്ങളൊക്കെ എടുത്തു വെച്ച് കമ്പയർ ചെയ്യുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ട്. നമ്മളെപ്പോഴും ചൂണ്ടിക്കാണിക്കാറുണ്ട്, പല ഉദാഹരണങ്ങളും കാണിക്കാറുണ്ട്. ഇന്നിപ്പോൾ വീണ്ടും മറ്റൊരു ഉദാഹരണം നമുക്കിവിടെ കിട്ടിയിരിക്കുകയാണ്. കൈയെഴുത്ത് പഠിപ്പിക്കുന്നതിൻ്റെ ഇസ്ലാമിക വിധി പറയുന്നിടത്ത് അതിനെ ഉപമിച്ചിരിക്കുന്നത് കള്ളുകുടിയുമായി ബന്ധപ്പെടുത്തിയുള്ള നിയമം വെച്ചുകൊണ്ട്. മാഷാ ഡിങ്ക. കള്ള് തന്നെ വിരോധിച്ച സംസ്ഥാനങ്ങളും രാഷ്ട്രങ്ങളും ഉണ്ടല്ലോ. എന്നാൽ ഈ നിരോധനം പിന്തിരിപ്പനാണെന്നും കള്ളുകുടിയിൽ അനേകം ഗുണങ്ങളുണ്ടെന്നും പറയുന്നവർ ഉണ്ടല്ലോ. ചുരുക്കത്തിൽ ഒരു കാര്യം ഇസ്ലാമികമായി അനുവദനീയമോ തെറ്റോ ആകുന്നത് അതിൽ വല്ല ഗുണവുമുണ്ടോ, ഭൗതികമായി അത് വളരെ ആവശ്യമാണോ എന്ന നില മാത്രം പരിശോധിച്ചല്ല. ജനങ്ങളുടെ ഭൗതികമായ ആവശ്യം മാത്രം പരിഗണിക്കുകയാണെങ്കിൽ പലിശ ഇവിടെ ഹലാലാക്കേണ്ടി വരും. അങ്ങനെ എന്തെല്ലാം. അപ്പോൾ സമസ്ത കള്ളിന് മാത്രമല്ല, കയ്യെഴുത്തിന് മാത്രമല്ല, പലിശയ്ക്കുമെതിരാണ്. ഒരു കാര്യം, കള്ളിന് കുറേ ഗുണമുണ്ടല്ലോ എന്നിവിടെ ഒരു സ്റ്റേറ്റ്മെൻറ്റ്, അത് സാന്ദർഭികമായിട്ട് പറയാണ്. കള്ളിന് ഒരു ഗുണം പോലുമില്ല. ഗുണമുണ്ട് എന്ന് പറഞ്ഞ് മുൻകാലങ്ങളിലുള്ള പല പഠനങ്ങളും ഒക്കെ പറഞ്ഞിട്ടുള്ളത് ഇപ്പോൾ ഡീബങ്ക്ഡ് ആണ്. കാരണം കൂടുതൽ പഠനങ്ങൾ അതിൻ്റെ മുകളിൽ നടത്തിയപ്പോൾ ഒരു ഗുണം പോലും എടുത്തു പറയാനില്ല. എന്ന് മാത്രമല്ല, ഏറ്റവും പ്രധാനമായിട്ട് ലിവറിൻ്റെ അസുഖത്തെക്കാളൊക്കെ ഉപരിയായിട്ട് കള്ള് കുടിക്കുന്ന ആളുകളിൽ മറ്റ് പല അസുഖങ്ങൾ, അതിൽ ഏറ്റവും പ്രധാനം ക്യാൻസർ തന്നെയാണ്. ക്യാൻസറിൻ്റെ ഇൻസിഡൻസ് അത് കൂടുതലാണ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. അപ്പോൾ അതുകൊണ്ട് കുറച്ച് കുടിച്ചാൽ നല്ലതാണ് എന്ന് വിചാരിക്കുന്ന ആ ഒരു ലെവലിൽ പോലും കുടിക്കാൻ പാടില്ല. ഹോമിയോ മരുന്നിലൊക്കെ ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്ന ഒരു സംഗതിയാണ് ഈ കള്ള് എന്ന് പറയുന്നത്. ഒരു കാരണവശാലും അത് കഴിക്കാനായി പാടില്ല. പ്രത്യേകിച്ച് കുട്ടികൾക്കൊക്കെ നിങ്ങൾ കൊടുക്കുമ്പോൾ അവരുടെ ബോഡി വെയിറ്റ് കുറഞ്ഞു നിൽക്കുന്നതുകൊണ്ട് അവരിലേക്ക് ചെറിയ അളവിലെത്തിയാൽ അതുപോലും വലിയ പ്രശ്നമാണ്. ഇനി ഡോസ് ആണ് പ്രശ്നം നമ്മൾ പറയാറുണ്ട്. പക്ഷേ കള്ളിൻ്റെ കാര്യത്തിൽ ഡോസ് പോലും പ്രശ്നമാവാത്ത അവസ്ഥയുണ്ട്. അതായത് ഇഡിയോസിൻക്രാറ്റിക് ആയിട്ട് ചെറിയ അളവിൽ ഒറ്റ തവണ കഴിക്കുമ്പോൾ പോലും പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയാണ് കള്ളിനുള്ളത്. അപ്പോൾ അതുകൊണ്ട് അത് ഒഴിവാക്കുക. ഇനി ഇതൊക്കെ കൊണ്ടാണ് ഇസ്ലാം കള്ള് നിരോധിച്ചത് എന്ന് പറയുന്ന ആളുകൾക്ക് വേണ്ടി പറയുന്നത്, ഇസ്ലാം കള്ള് നിരോധിച്ചിട്ടൊന്നുമില്ല. നിങ്ങൾ കള്ള് കുടിച്ചുകൊണ്ട് നിസ്കരിക്കരുത് എന്നേ പറഞ്ഞിട്ടുള്ളൂ. നിങ്ങൾക്ക് കള്ള് ആവശ്യത്തിന് കുടിക്കാം. ഇനി അത് മാത്രമല്ല, കള്ള് എന്നൊരാശയത്തെ ഇസ്ലാം നിരോധിച്ചിട്ടില്ല. നിങ്ങൾ ഇവിടെ കുടിക്കാതിരുന്നാൽ നിങ്ങൾക്ക് അവിടെ സ്വർഗ്ഗത്തിൽ പോയി കുടിക്കാം എന്നാണ് പറയുന്നത്. നിങ്ങൾ ഇവിടെ അമ്മയും പെങ്ങളെയും ബോധിക്കാതിരുന്നാൽ നിങ്ങൾക്ക് സ്വർഗ്ഗത്തിൽ പോയി ബോധിക്കാം എന്ന് പറഞ്ഞ മാതിരി. അപ്പോൾ കള്ളിൻ്റെ പ്രശ്നമല്ല അവിടെ പ്രശ്നം. എന്തുകൊണ്ട് കള്ള് ഇസ്ലാമിൽ നിരോധിച്ചു എന്നതും കൂടി വേണമെങ്കിൽ പറയാം. അല്ലെങ്കിൽ ഇങ്ങനെ പറഞ്ഞത് എന്തിനാണെന്ന് ചോദിച്ചാൽ, ഒരിക്കൽ ബദർ യുദ്ധത്തിൻ്റെ ശേഷം, ബദർ കൊള്ളയ്ക്ക് ശേഷം കൊള്ള മുതലൊക്കെ ആയിട്ടിരിക്കുന്ന സമയത്ത് നബിയുടെ കൂടെ ഉണ്ടായിരുന്ന, മുഹമ്മദിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു ചങ്ങാതി ഹംസ കള്ള് കുടിച്ചിട്ട് മുഹമ്മദിനെ തെറി പറഞ്ഞു. മുഹമ്മദിന് എന്തോ തിരിച്ചു ചെന്ന് ചോദിച്ചപ്പോൾ, ഏതായാലും വൈകി, എന്നാൽ കഥയും കൂടി അങ്ങ് പറഞ്ഞേക്കാം അല്ലേ? ഓക്കെ. അപ്പോൾ ഇവർ കൊള്ളയൊക്കെ നടത്തി സാധനങ്ങളൊക്കെ വെച്ച് അവിടെ പെണ്ണും കള്ളും ഒക്കെ ആയിട്ട് അവിടെ കൂത്താടിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ബദരീങ്ങൾ കള്ളു കുടിച്ച് കൂത്താടിക്കൊണ്ടിരിക്കുമ്പോൾ അവിടെ മുഹമ്മദിൻ്റെ അലിയാണെന്നാണ് എൻ്റെ ഓർമ്മ. അലി തനിക്ക് കിട്ടിയ 2 പെണ്ണൊട്ടകങ്ങളെ അവിടെ പുറത്ത് കെട്ടിയിട്ട് അത് തിരിച്ച് വീട്ടിൽ കൊണ്ടുപോയിട്ട് എന്തോ അറുത്ത് ബാക്കിയുള്ള ആളുകൾക്ക് എന്തോ വീതം വെക്കാനൊക്കെ വിചാരിച്ചിട്ടുള്ള ഒരു സാധനമായിരുന്നു. കൊള്ള മുതലാണ് വേറെ കാര്യം. അങ്ങനെ വെച്ചിരുന്ന ഈ ഒട്ടകത്തെ ഈ ഹംസ കള്ളിൻ്റെ പുറത്ത് ഏതോ പെണ്ണ് ചോദിക്കുകയാണ്, നീ ഇത്ര വലിയ ശൗര്യമുള്ള വമ്പുറ്റ ഹംസ റലിയല്ല എന്ന് പറയുന്ന ഹംസ, നീ ഇത്ര വലിയ ശൗര്യമുള്ള ആളാണ് എന്നുണ്ടെങ്കിൽ അവിടെ പുറത്തൊരു ഒട്ടകമുണ്ട്, ആ ഒട്ടകത്തിനെ കൊന്ന് അതിൻ്റെ കരളെടുത്തിട്ട് വാ എന്ന് പറഞ്ഞപ്പോൾ ആ കള്ളിൻ്റെ പുറത്ത് ഈ പെണ്ണ് പറയുന്നത് കേട്ടിട്ട് നേരെ പോയി അതിനെ കൊന്ന് അതിൻ്റെ കരളെടുത്ത് വന്നു. അപ്പോൾ അലി പുറത്ത് അത് കെട്ടിയിട്ടിട്ട് എന്തോ മൂത്രമൊഴിക്കാൻ പോയതായിരുന്നു. തിരിച്ചു വന്ന് നോക്കിയപ്പോൾ ഒട്ടകം ചത്ത് കിടക്കുന്നു. നോക്കിയപ്പോൾ കരളില്ല, കരൾ കംപ്ലീറ്റ് ഔട്ട് ഹോകയാ. അപ്പോൾ പരാതിയുമായിട്ട് അവിടെ അകത്തേക്ക് ചെന്നപ്പോൾ അവിടെ നോക്കുമ്പോൾ ഹംസ റളിയല്ലാഹു അൻഹു ഇങ്ങനെ ഒട്ടകത്തിൻ്റെ കരളൊക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. കരൾ വിട്ടിട്ടുള്ള കളിയൊന്നുമില്ല. അപ്പോൾ
അവനോട് ചോദിച്ചപ്പോൾ അവൻ കള്ളിൻ്റെ പുറത്ത് അവിടെ ദേഷ്യപ്പെടുന്നു. അപ്പോൾ വലിയ വിഷമമായി നേരെ പ്രവാചകൻ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തേക്ക് ചെല്ലുന്നു. എന്നിട്ട് പറയുകയാണ്, ഓഹോ അവൻ അങ്ങനെ ചെയ്തു, അപ്പം ശരിയാക്കാമെന്ന് പറഞ്ഞിട്ട് നേരെ മുഹമ്മദ് വരുന്നു. എന്നിട്ട് ഡാ ഹംസ ഇവിടെ വാടാ, ഇജെന്ത് പണിയാണ് കാണിച്ചതെന്ന് ചോദിക്കാൻ വേണ്ടി അടുത്ത് ചെന്നപ്പോൾ ഹംസ നല്ല പച്ചത്തെറി തിരിച്ചു പറഞ്ഞു, അതെ പ്രവാചകനൊക്കെ അപ്പുറത്ത്, ഞാൻ ഒന്നില്ലെങ്കിൽ നിൻ്റെ യജമാനനാവാൻ കെൽപ്പുള്ള ആളാണ്, നീ വെറും ഒരു രണ്ടാം കട, കാരണം നോൺ ഖുറൈശി എന്നുള്ള രീതിയിൽ, അപ്പോൾ അതുകൊണ്ട് വലിയ മുടയൊന്നും ഇവിടെ ഇറക്കണ്ട എന്ന് പറഞ്ഞിട്ട് മുഹമ്മദിനെ അവിടെ കളിയാക്കി തെറി പറഞ്ഞു. അപ്പോൾ അത് മുഹമ്മദിന് വലിയ ദോഷമുണ്ടായി. അപ്പോൾ മുഹമ്മദ് അന്ന് അവിടെ തീരുമാനിച്ചു, ഓക്കെ യുദ്ധത്തിന് പോകുമ്പോൾ കൊള്ളയ്ക്ക് പോകുന്ന സമയത്ത് നമ്മൾ കള്ളു കുടിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് അവിടെ നിയമം ഇറക്കുകയാണ്. ഇതാണ് അതിൻ്റെ ഒരു പശ്ചാത്തലം എന്ന് പറയുന്നത്. അതല്ലാതെ നിങ്ങൾക്ക് കള്ള് എന്ന് പറയുന്നത് അതിൻ്റെ ആരോഗ്യ പ്രശ്നങ്ങളെ ചൂണ്ടിക്കാണിച്ച് അത് കുടിക്കരുത്, അത് അങ്ങനെ ഒരു ആശയത്തിലല്ല ഇസ്ലാമിൽ അങ്ങനെ ഒരു ഹറാമാക്കി വെച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് യുദ്ധത്തിന് പോകുമ്പോൾ കള്ളു കുടിക്കാൻ പാടില്ല, നിസ്കരിക്കാൻ പോകുമ്പോൾ കള്ളു കുടിക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ചില റെസ്ട്രിക്ഷൻസ് മാത്രമേ ഉള്ളൂ. ഇനി ഇത് സംബന്ധിച്ച് വിശദമായിട്ട് നിങ്ങൾക്ക് പഠിക്കണമെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലൊരു വീഡിയോ നമ്മളുടെ പണ്ട് മതം വിട്ട് ഇസ്ലാമിലേക്ക് വന്ന് ഇപ്പോൾ തിരിച്ച് ഇസ്ലാമിലേക്ക് പോയ അയ്യൂബ് മൗലവി നല്ലൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്, ഇസ്ലാമിൽ കള്ള് ഹറാമാക്കിയിട്ടുണ്ടോ എന്ന് ചോദിച്ചിട്ട്. ആ വീഡിയോൻ്റെ ലിങ്ക് ഞാനിവിടെ ഇടാം, അതും കൂടി ഒന്ന് കണ്ടിട്ട് നിങ്ങൾ പോയാൽ മതി. അയ്യൂബ് മൗലവിക്ക് അതിനോട് തിരിച്ചെന്തെങ്കിലും പറയേണ്ടി അത് പറയുകയും ചെയ്യാമല്ലോ. അപ്പോൾ അങ്ങനെ ഒരു സാധനം ഇവിടെ ഉണ്ട്. അപ്പോൾ കള്ളിൻ്റെ കാര്യം ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. കള്ളിന് ഒരു ഗുണം പോലും ഇല്ല, ഒരു കാരണവശാലും നിങ്ങൾ അടുക്കാൻ പാടില്ല, കുറഞ്ഞ അളവിലും പാടില്ല, കൂടിയ അളവിലും പാടില്ല. അത് ബിയറല്ലേ, അത് വൈനല്ലേ എന്നൊക്കെ പറഞ്ഞെങ്കിലും നിങ്ങൾ കൂടുതൽ കുടിക്കാൻ ശ്രമിച്ചാൽ, കുറഞ്ഞ അളവിൽ അത് പുതിയതായിട്ട് ശീലിക്കാൻ ശ്രമിച്ചാൽ പോലും അത് ചെയ്യാതിരിക്കുക എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ, ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. ഇനി സുന്നികളുടെ ആദരണീയനായ മതപണ്ഡിതൻ ഇമാം ഗസാലിയുടെ പിന്തിരിപ്പൻ മത നിലപാടുകൾ നമുക്കൊന്ന് പരിശോധിക്കാം. ഇസ്ലാമിൻ്റെ സുവർണകാലത്താണ് മുത്തസലിയ ചിന്താധാര ശക്തി പ്രാപിച്ചതും വിവിധ വിജ്ഞാന ശാഖകൾക്ക് അസ്ഥിവാരമിട്ട അതുല്യ ശാസ്ത്ര പ്രതിഭകൾ ഉണ്ടായി വന്നതും എന്ന് നാം പറഞ്ഞുവല്ലോ. ആദ്യത്തെ ശാസ്ത്രജ്ഞൻ എന്ന പേരിന് അർഹനായ ഇബ്നു ഹൈതം പോലെയുള്ള മുത്തസില മുന്നേറ്റങ്ങളുടെ സൃഷ്ടിയാണ്. എന്നാൽ ഈ മുന്നേറ്റങ്ങൾ ഇസ്ലാമിനെ തകർക്കുമെന്ന് ഗസാലി ഭയപ്പെട്ടു. ഖുർആനും ഹദീസും വായിച്ച് ഗസാലി മനസ്സിലാക്കിയ പല കാര്യങ്ങൾക്കും എതിരായിരുന്നു ശാസ്ത്രലോകത്തിൻ്റെ നിലപാടുകൾ. ഗസാലി ഭൂമി പരന്നതാണെന്നും സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും ഭൂമിക്ക് ചുറ്റും കറങ്ങുകയാണെന്നും വിശ്വസിച്ചിരുന്നു. വളരെ വേഗത ഏറിയതിനാലാണ് അവ 24 മണിക്കൂർ കൊണ്ട് ഇത്ര ദൂരം താണ്ടി ഭൂമിയെ കറങ്ങി തീർക്കുന്നത് എന്ന് ഗസാലി തൻ്റെ അൽ ഹിക്മത്തു ഫി മല്ലൂഖത്തില്ലാഹി എന്ന കൃതിയിൽ പറയുന്നുണ്ട്. എന്തൊക്കെയാവട്ടെ, എന്തായാലും ഭൂമി പരന്നതാണ്. ഓക്കെ, ഗസാലിക്കും സഹസ്രാബ്ദങ്ങൾ മുന്നേ തന്നെ ശാസ്ത്ര ചിന്തകർ ഭൂമി ഒരു ഗോളമാണ് എന്നും ഭൂമി സൂര്യന് ചുറ്റും കറങ്ങുകയാണ് എന്നും സൈദ്ധാന്തിച്ചിരുന്നു. ഗണിതമായിരുന്നു അവരുടെ ആശ്രയം. എന്നാൽ ഇത് ഇഷ്ടപ്പെടാത്ത ഗസാലി ഗണിതം പിഴച്ച വിജ്ഞാനീയങ്ങളിലേക്കുള്ള മാർഗമാണ് എന്നും അതിൽ വ്യാപൃതരാകുന്നവരെ തടയണമെന്നും അൽ മുൻഖിദു മിനൽ ലലാൽ എന്ന തൻ്റെ കൃതിയിൽ പറയുന്നു. അനന്തരാവകാശം പോലുള്ള കാര്യങ്ങൾ തീരുമാനിക്കാനും അത്യാവശ്യം കച്ചവടം കൈകാര്യം ചെയ്യാനുമായി ഗണിതത്തിൽ നിന്ന് അത്യാവശ്യമുള്ള കാര്യങ്ങൾ പഠിക്കൽ ഫർള് കിഫായ ആണ് എന്നും എന്നാൽ ഗണിതത്തിൽ വൈദഗ്ധ്യം അഭിലഷണീയമല്ല എന്നുമാണ് ഗസാലി തൻ്റെ മാസ്റ്റർ പീസായ ഇഹിയ ഉലൂമുദ്ദീൻ എന്ന കൃതിയിൽ പറയുന്നത്. ഇത് ഞാൻ പറഞ്ഞു കഴിഞ്ഞ ദിവസം. അസ്കർ അലി നല്ലൊരു വീഡിയോ ലെങ്തി ആയിട്ട് നമ്മളെ എസൻസിൻ്റെ വേദിയിൽ ചെയ്തത് കിടപ്പുണ്ട്. ഒരുപാട് കാര്യങ്ങൾ അതിനകത്ത് ഡിസ്കസ് ചെയ്തു. അതുപോലെ റിഡക്റ്റീവ് ചാനലിൽ ഇത് സംബന്ധിച്ചിട്ടൊരു ചർച്ച വീഡിയോ ഒക്കെ അവിടെ കിടപ്പുണ്ട്. എൻ്റെ ചാനലിലും അത് ഞാൻ എടുത്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഇവിടെ ഇടാം, നിങ്ങൾക്ക് സൗകര്യം പോലെ കാണാം. ഇവിടെയൊക്കെ നിങ്ങൾക്ക് കാണാം ഈ ഇസ്ലാമിക് ഗോൾഡൻ ഏജ് എന്ന് പറഞ്ഞ് തള്ളിമറിക്കുന്ന നമ്മളുടെ കാക്കാമാർ, കുരുപൊട്ടിയ മദ്രസ പൊട്ടന്മാർ കേൾക്കാൻ വേണ്ടിയാണ് ഞാനിത് വായിക്കുന്നത്. ഒന്ന് കേട്ടിട്ട് പോയാൽ മതി. ഇതാണ് ഭൂമി പരന്നതാണെന്ന് പറയുന്ന ഗസാലി. ഇതൊക്കെ ഏത് വർഷത്തിലാണ് സംഭവിക്കുന്നത് നിങ്ങൾ ആലോചിക്കണം. മുഹമ്മദ് നബി മരിച്ചു കഴിഞ്ഞ് ഖിലാഫത്ത് അതൊക്കെ കഴിഞ്ഞതിന് ശേഷം സംഭവിക്കുന്ന കാര്യങ്ങളാണ്. എനിക്ക് തോന്നുന്നത് 800 AD ശേഷം ഇങ്ങോട്ടുള്ള കാലഘട്ടത്തിലാണ് ഇതെല്ലാം കൂടുതൽ വരുന്നതും. അങ്ങനെ ഒരു 1000 ശേഷം 1100 ഒക്കെ ആയപ്പോഴാണ് കൂടുതൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വരുന്നത്. അതിനുശേഷമാണ് ഇത് താഴോട്ട് പോകുന്നത്. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് വെളിച്ചം കണ്ടിട്ടില്ല എന്നതാണ് നമുക്ക് കാണാൻ കഴിയുക. അപ്പോൾ ഇത് വിശദമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ്. ഗണിതത്തിനെതിരായിരുന്നു, മറ്റുള്ള ശാസ്ത്രശാഖകൾക്കെതിരായിരുന്നു. ഇതൊക്കെ എന്താണ് മാജിക്കായാണ് എന്ന് വരെ പറഞ്ഞു വെക്കുന്നത് നമുക്ക് കാണാം. വിജ്ഞാനങ്ങളെ ഗസാലി ഗുണമുള്ളതും ഗുണമില്ലാത്തതും പ്രത്യേക നിലപാട് ഇല്ലാത്തതും എന്ന രീതിയിൽ വർഗീകരിച്ചിട്ടുണ്ട്. മതപരമായ വിജ്ഞാനീയങ്ങളിലാണ് ഒരാൾ വൈദഗ്ധ്യം നേടേണ്ടത് എന്നും ഗസാലി സിദ്ധാന്തിച്ചു. അള്ളാഹു ഒരാൾക്ക് നന്മ ഉദ്ദേശിച്ചാൽ അള്ളാഹു അവനെ ഇസ്ലാം മതത്തിൻ്റെ
ഫിഖ്ഹിൽ വലിയ പണ്ഡിതനാക്കും എന്ന ഹദീസ് ഈ വാദങ്ങൾക്ക് ബലമേകി. അടിപൊളിയല്ലേ? ഗുണമുള്ള വിജ്ഞാനം എന്നാൽ അത് ഇസ്ലാമിക മതകർമ്മങ്ങളിലുള്ള വിജ്ഞാനങ്ങളാണ് എന്ന നിലപാട് അവർ ഉയർത്തി. ഈ ഇസ്ലാമിന് രാഷ്ട്രീയമായ പിന്തുണ കൂടെ കിട്ടി. ഇന്ന് നാം കാണുന്ന മദ്രസകൾ പോലെ ചെറിയ കുട്ടികളെ മതപാഠശാലകളിലാക്കി ജനതയെ മൊത്തം ഈ മതത്തിൽ മാത്രം തളച്ചിടുന്ന ഒരു അവസ്ഥ രൂപപ്പെട്ടു. ഈ മാറ്റങ്ങൾക്ക് ശേഷം ഇസ്ലാമിക ലോകത്ത് നിന്നും ഒരു ശാസ്ത്രജ്ഞനും ഉണ്ടായി വന്നിട്ടില്ല. വൈജ്ഞാനിക മുന്നേറ്റങ്ങൾ നടത്തിയ മഹാപ്രതിഭകളെ വഴിപിഴച്ചവരും മതത്തിൽ നിന്നും പുറത്തുപോയവരുമായി ചിത്രീകരിക്കാനും ഇവർ മടിച്ചില്ല. അൽ മുൻഖിദു മിനൽ എന്ന കൃതിയിൽ ഗസാലി പറയുന്നത്, അരിസ്റ്റോട്ടിൽ, പ്ലേറ്റോ തുടങ്ങിയവരെല്ലാം ഒന്നടങ്കം കാഫിറുകളായി ഗണിക്കാനേ തരമുള്ളൂ. അവരെ പിന്തുടർന്ന ഇബ്നു സീനയും ഫറാവിയും വഴിപിഴച്ചു. മൊത്തം 20 അബദ്ധങ്ങൾ ഇബ്നു സീനയ്ക്ക് സംഭവിച്ചു. അതിൽ 17 മതനിഷേധപരവും 3 മതത്തിൽ കൃത്രിമമായി കൂട്ടിക്കടത്തിയവയുമാണ്. ഇങ്ങനെയൊക്കെ പറഞ്ഞ ആളെയാണ് ഇവിടെ ഇസ്ലാമിക് ശാസ്ത്രജ്ഞനെന്നും പറഞ്ഞിട്ട് നമ്മളുടെ മദ്രസ പൊട്ടന്മാർ പൊക്കിക്കൊണ്ട് നടക്കുന്നതെന്നുള്ളത് ഒന്ന് മനസ്സിലാക്കിക്കോളൂ. ഇബ്നു സീനയുടെ കാര്യമാണ് ഇവിടെ ഒന്ന് പറഞ്ഞത്. പിന്നെ നമ്മുടെ അൽ ഫറാവി. ഓക്കെ, വൈദ്യശാസ്ത്ര ചരിത്രത്തിലെ മഹത്തായ ഒരു നാഴികക്കല്ലാണ് ഇബ്നു സീനയുടെ ദ കാനൺ ഓഫ് മെഡിസിൻ എന്ന ഗ്രന്ഥം. ഇബ്നു സീനയുടെ 1000 ജന്മദിനം യൂറോപ്പ് ആദരപൂർവ്വം സ്മരിച്ചപ്പോൾ ഇസ്ലാമിക ലോകം തികഞ്ഞ മൗനത്തിലായിരുന്നു. വിജ്ഞാന മുന്നേറ്റങ്ങളോട് ഗസാലിയുടെ പിന്മുറക്കാർ പുലർത്തുന്ന അനാദരവിൻ്റെ ആഴമാണിത് കാണിക്കുന്നത്. കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല. ഈ ഗസാലിമാരുടെ പാത പിന്തുടർന്ന് ഭൂമിയുടെ ചലനത്തെ നിഷേധിച്ചുകൊണ്ടും ഭൂമി ചലിക്കുന്നുണ്ട് എന്ന വാദം ഖുർആനിനും ഹദീസിനും വിരുദ്ധമാണ് എന്നും പറഞ്ഞുകൊണ്ട് 20-ാം നൂറ്റാണ്ടിൽ പോലും ഗസാലിയുടെ പിന്മുറക്കാർ ഗ്രന്ഥങ്ങൾ രചിച്ചു. ചില തഫ്സീറുകൾ വായിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ ഏതാണ് ആ സൂറത്തിൻ്റെ ആ ഭാഗം ഞാൻ പറഞ്ഞത്, പക്ഷെ അതിൽ പറയുന്നുണ്ട്, അതായത് ഭൂമി പരന്നതാണ്, അത് ഗോളാകൃതിയിലാണ് എന്ന് പറയുന്ന ചില ആളുകൾ ഇപ്പോഴുണ്ട്. അവർ വഴിപിഴച്ചവരാണ് എന്നാണ് തഫ്സീറിൽ അടക്കം എഴുതി വച്ചിരിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് വായിക്കാൻ പറ്റുന്ന സാധനങ്ങളാണ് ഇതൊക്കെ. നാളെ നമുക്ക് അതൊരു പോസ്റ്റ് ആക്കിയിട്ടിടാം. ഇക്കാലത്തും ഇത്തരം പമ്പര വിഡ്ഢിത്തങ്ങൾ പറഞ്ഞു പരത്തുന്നതിൽ സ്മരണീയമായൊരു നാമമാണ് സമസ്തയുടെ പതാകവാഹകനായ അഹമ്മദ് റസാ ഖാൻ ബറേൽവി. ഉത്തരേന്ത്യൻ ബറേൽവികളുടെ പരമോന്നത ആത്മീയ ആചാര്യൻ അല ഹസ്രത്ത് എന്ന ഓമന പേരിൽ ബറേൽവികളും സമസ്ത സുന്നികളും ആദരപൂർവ്വം വിളിക്കുന്നയാളാണ് അഹമ്മദ് റസാ ഖാൻ. ഫൗസ് എ മുബൈൻ ദാറദ് ഈ ഹർക്കത്തെ ജമീൻ എന്നാണ് ഭൂമിയെ നിശ്ചലമാക്കാൻ അദ്ദേഹം രചിച്ച ഗ്രന്ഥത്തിൻ്റെ പേര്. റസാ ഖാൻ ബറേൽവിയുടെ ഈ ക്ഷുദ്ര കൃതി വെച്ച് ഇപ്പോഴും ഉത്തരേന്ത്യൻ മക്തബുകളിലെ മുല്ലമാർ ഭൂമി ചലിക്കുന്നില്ല എന്ന് കുട്ടികളെ പഠിപ്പിച്ചു കൊണ്ടിരിക്കുന്നുമുണ്ട്. നമ്മൾ പാകിസ്ഥാനിൽ നിന്നൊക്കെ വന്നിട്ടുള്ള വീഡിയോകൾ കണ്ടിട്ടുണ്ടാവും. കുട്ടികളിങ്ങനെ ഇരിക്കുന്നു, ഉസ്താദ് നടുക്കിരിക്കുന്നു, ചോദിക്കുകയാണ് ഭൂമിയാണ് ചലിക്കുന്നത്, സൂര്യന് ചുറ്റുമാണ് പോകുന്നത് എന്നൊക്കെ പഠിക്കുന്നുണ്ടല്ലോ, ഭൂമി അതിനെക്കുറിച്ച് എന്താണ് പറയുന്നതെന്നൊക്കെ ചോദിക്കുമ്പോൾ അങ്ങനെയല്ല, അതൊക്കെ തെറ്റാണ്, നമ്മൾ പഠിക്കേണ്ടത് നേരെ തിരിച്ചാണ്. ഭൂമി അത് സ്റ്റേഷനറിയാണ്, സൂര്യനും ചന്ദ്രനും ഒക്കെയാണ് ഭൂമിക്ക് ചുറ്റും കറങ്ങുന്നത് എന്ന് തിരുത്തുന്ന ഉസ്താദിനെ നിങ്ങൾക്ക് കണ്ടിട്ടുണ്ടാവും. അതൊന്ന് കാണുന്നത് നല്ലതാണ്, ഇല്ല എന്നുണ്ടെങ്കിൽ. ഓക്കെ, ഇവരുടെ പാത പിന്തുടർന്നുകൊണ്ട് ഭൗതികമായ വിജ്ഞാനീയങ്ങൾ നേടുന്നതിൽ പ്രത്യേക ഗുണമില്ല എന്ന നിലപാട് സ്വീകരിച്ചുകൊണ്ടാണ് മുസ്ലിങ്ങൾ ഇവിടെ വിദ്യാഭ്യാസത്തിൽ നിന്ന് പിന്നോട്ട് പോയത്. അല്ലാതെ അധിനിവേശത്തിനെതിരെയുള്ള വികാരം കൊണ്ടല്ല. അധിനിവേശത്തിനെതിരായ വികാരം കൊണ്ടായിരുന്നുവെങ്കിൽ ടിപ്പു മലബാറിനെ ആക്രമിച്ചപ്പോഴും ഇത് കാണണമായിരുന്നു. ഇനി അടുത്തത്, സമസ്ത ഇംഗ്ലീഷ് ഹറാമാക്കിയത് ബ്രിട്ടീഷ് വിരോധം മൂലമാണോ? ഇതാണ് അടുത്ത ചോദ്യം. സാധാരണ ഇവർ പറയാറുള്ളൊരു കാര്യമാണത്. നമ്മളുടെ മാളിയേക്കൽ മറിയുമ്മയുടെ കാര്യമൊക്കെ പറയുമ്പോൾ അവർ എടുത്തു പറയുന്നൊരു കാര്യമാണ്, അത് ബ്രിട്ടീഷ് വിരോധം കണ്ടാണ് എന്നുള്ളത്. അത് നമുക്കൊന്നിവിടെ കാണാം. ഇത് ഇത്തരത്തിൽ നല്ലൊരു റൈറ്റപ്പ് ആയതുകൊണ്ട് പല കാര്യങ്ങളും ടച്ച് ചെയ്ത് പോയതുകൊണ്ടാണ് ഞാനിതിങ്ങനെ എടുത്ത് വായിച്ചത്. എഴുതിയ അൻവർ അലിക്ക് നല്ലൊരു നന്ദി പറയാനുണ്ട്. ഒപ്പം ഇതിൽ ഒരുപാട് കാര്യങ്ങൾ കോൺട്രിബ്യൂട്ട് ചെയ്ത മറ്റൊരു വ്യക്തിയാണ് നമ്മളുടെ ഉവൈസ് എന്ന് പറയുന്ന നമ്മളൊരു സുഹൃത്ത്. അദ്ദേഹം ഇതുപോലെ പല കാര്യങ്ങളും മുന്നേ എഴുതിയത് ഇതിൽ പരാമർശിക്കുന്നുണ്ട് അവസാനം. അപ്പോൾ ഞാനിത് വായിച്ചപ്പോഴാണ് ഓർത്ത് ഇത് പണ്ട് ഉവൈസ് എഴുതിയതാണല്ലോ എന്ന് ആലോചിച്ച് ലാസ്റ്റിലേക്ക് വന്നപ്പോഴാണ് ഉവൈസിൻ്റെ പേര് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതും ഇവിടെ ഒന്ന് സൂചിപ്പിക്കുകയാണ്. ഇത്തരം ആളുകളുടെയൊക്കെ ഫേസ്ബുക്ക് പോസ്റ്റുകൾ നിങ്ങളൊന്ന് ഫോളോ ചെയ്താൽ ഇതുപോലുള്ള പല കാര്യങ്ങളും നിങ്ങൾക്ക് അറിയാൻ കഴിയും എന്ന് ഒന്ന് പരിചയപ്പെടുത്തുകയാണ്. ബ്രിട്ടീഷുകാർക്ക് ദാസ്യവേല ചെയ്യലായിരുന്നു സമസ്ത നേതാക്കന്മാരുടെ ജോലി എന്ന് സമസ്തയുടെ ചരിത്രം പറയുന്നു. സമസ്തയുടെ അക്കാലത്തെ നേതാക്കളിൽ പ്രധാനികളിൽ പലരും ബ്രിട്ടീഷുകാരിൽ നിന്ന് ഖാൻ ബഹദൂർ പട്ടം സ്വീകരിച്ച അവരുടെ ഇഷ്ടക്കാരായിരുന്നു.
ഖിലാഫത്ത് സമരം കൊടുമ്പിരി കൊണ്ടപ്പോൾ സമസ്തക്കാരിൽ പലരും ഖിലാഫത്തിനും കോൺഗ്രസിനുമെതിരെ ഫത്വ പ്രസിദ്ധീകരിക്കുകയുണ്ടായി. മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബിനെതിരെ കാഫിറാണെന്ന് ഫത്വ നൽകിയത് സമസ്തയുടെ സ്ഥാപക നേതാവായ പാങ്ങിൽ AP അഹമ്മദ് കുട്ടി മുസ്ലിയാരാണ്. ഓക്കെ, നമ്മളെപ്പോഴും ഈ ബ്രിട്ടീഷുകാരുടെ ഷൂ നക്കിയ സവർക്കറെ കുറിച്ച് മാത്രമേ പറയാറുള്ളൂ. ഇനി പറയേണ്ട കാര്യം, സവർക്കർ നക്കുന്നതിന് മുന്നേ നക്കി തുടങ്ങിയ ആളുകളാണ് സമസ്തക്കാർ എന്നതാണ് നമ്മൾ പറയേണ്ടത്. ഓക്കെ, സമസ്തയുടെ 6ാം വാർഷിക സമ്മേളനത്തിലെ 12ാം പ്രമേയത്തിലെ പ്രസക്ത ഭാഗം: സാധുക്കളും നിരപരാധികളുമായ കേരള മുസ്ലിങ്ങളെ കോൺഗ്രസ് കക്ഷിക്കാർ അവരുടെ ഉദ്ദേശ്യ നിർവഹണത്തിനായി ഖിലാഫത്ത് കമ്മിറ്റി എന്ന പേരും പരസ്യം ചെയ്ത് അവരുടെ മായാവലയിൽ പെടുത്തുകയും അവിവേകികളും പാമരന്മാരുമായ മുസ്ലിങ്ങളെ മുന്നിലേക്ക് തള്ളി കക്ഷി വഴക്കുകളും ബഹളങ്ങളും ഉണ്ടാക്കി കേരളത്തിലെ മിക്കവാറും സ്ഥലങ്ങളിൽ വമ്പിച്ച ലഹള നടന്നത് ഫലമായി എത്രയോ അനവധി മുസ്ലിം സഹോദരങ്ങൾ തോക്കിനിരയാവുകയും ജയിൽ ശിക്ഷയ്ക്ക് കാരണഭൂതരായി തീരുകയും ചെയ്തുവല്ലോ. ഭരണകർത്താക്കളോട് എതിർക്കലും അവരുടെ കൽപ്പന അനാദരവ് ചെയ്യലും മതവിരോധമായിട്ടുള്ള കാര്യമായിരിക്കെ കോൺഗ്രസ് കക്ഷിക്കാരുമായി യോജിക്കലും അവരോട് സഹകരിക്കലും യഥാർത്ഥ മുസ്ലിങ്ങൾക്ക് ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തതും ആകുന്നു. കാല സമസ്ത. ഓക്കെ, അപ്പോൾ ബ്രിട്ടീഷുകാരോടൊപ്പമാണ് നമ്മൾ നിൽക്കേണ്ടത്. നമ്മൾ കോൺഗ്രസിനൊപ്പമോ അല്ലെങ്കിൽ സ്വാതന്ത്ര്യ സമര സേനാനികളായിട്ടുള്ള ആളുകളുടെ ഒപ്പമോ അല്ല നിൽക്കേണ്ടത് എന്ന കൃത്യമായ നിലപാടെടുത്ത ഒരു കൂട്ടം ആളുകളാണ് സമസ്ത. ഇത് വെറും മതവിഷയം മാത്രമായിട്ടൊന്നും ഇതുപോലെ കുട്ടിയെ സ്റ്റേജിൽ നിന്ന് ഇറക്കി വിടാൻ വേണ്ടി ഉണ്ടാക്കിയ കൂട്ടമൊന്നുമല്ല. ഇന്ന് ഇവിടെ സ്വാതന്ത്ര്യ സമരം നടക്കുന്നുണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ അവരെടുക്കുന്ന നിലപാടുകൾ ഇതൊക്കെ ആയിരിക്കുമെന്നതാണ് നമ്മളിവിടെ കാണേണ്ടത്. അവതാരകൻ K. മമ്മൂട്ടി സാഹിബ് ബഹദൂർ, ഏറനാട് താലൂക്ക് ബോർഡ് മെമ്പർ. അനുവാദകന്മാർ PK മുഹമ്മദ് മീരാൻ മൗലവി, AP അഹമ്മദ് കുട്ടി മൗലവി. സമസ്തയുടെ 6ാം വാർഷിക റിപ്പോർട്ട്, പേജ് 34-35. ഇത് റെഫറൻസ്. ഇനി അതേ സമ്മേളനത്തിൽ പാസാക്കിയ 15ാം പ്രമേയത്തിലെ 2ാം ഖണ്ഡിക: സമസ്ത കേരള ജമിയത്തുൽ ഉലമ സംഘങ്ങളിൽ അംഗങ്ങളായി ചേരുന്ന മുസ്ലിയാക്കന്മാർ എല്ലാവരും കോൺഗ്രസുകാർ അല്ലാത്തവരും ഗവൺമെന്റ് കക്ഷിയും ആയിരിക്കണമെന്നും അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ വിശ്വാസ നടപടികളെയും അതിലുള്ള ഉപകരണങ്ങളെയും പൊതുസമാധാന പാലനത്തെയും പുനരുജ്ജീവിപ്പിക്കൽ മേപ്പടി സംഘത്തിന്റെ മൂല സിദ്ധാന്തങ്ങളിൽ പെട്ടതാണെന്നുമുള്ള മുൻ നിശ്ചയത്തെ ഈ യോഗം പുനരാവർത്തിച്ചു ശക്തിപ്പെടുത്തുകയും ചെയ്യുന്നു. സമസ്തയുടെ 6ാം വാർഷിക റിപ്പോർട്ട്. ഇനി അടുത്തത്: ഇന്ത്യൻ വൈസ്രോയി ഇർവിൻ പ്രഭുവും പത്നിയും ദേശീയ വിപ്ലവകാരികളിൽ ചിലരുടെ ബോംബാക്രമണത്തിൽ നിന്ന് രക്ഷപ്പെട്ടതിൽ സന്തോഷം പ്രകടിപ്പിച്ചുകൊണ്ട് മണ്ണാർക്കാട് വെച്ച് നടന്ന 4ാം വാർഷിക യോഗത്തിൽ അവതരിപ്പിച്ച 8ാം പ്രമേയത്തിൽ നിന്ന് നമുക്ക് വായിക്കാം. നമ്മുടെ ഇന്ത്യ വൈസ്രോയി എർവിൻ പ്രഭു അവർകളും പത്നിയും സർക്കിട്ടിൽ നിന്നും മടങ്ങി ഡൽഹി പട്ടണത്തിലേക്ക് പ്രവേശിക്കുന്ന അവസരത്തിൽ ഏതോ ദുഷ്ടന്മാർ ബോംബ് പ്രയോഗിച്ചതിൽ ഈ യോഗം വ്യസനിക്കുകയും ഭാഗ്യവശാൽ യാതൊന്നും ഫലിക്കാതെ പോയതിൽ അളവറ്റ സന്തോഷത്തെ വെളിവാക്കുകയും ചെയ്യുന്നു. ഖാൻ ബഹദൂർ കല്ലടി മൊയ്തുട്ടി സാഹിബ് അവതരിപ്പിച്ചു. AP അഹമ്മദ് കുട്ടി മൗലവി പിന്താങ്ങി. അൽ ബയാൻ, പുസ്തകം 1, ലക്കം 4-5, പേജ് 29. ഓക്കെ, ഖിലാഫത്ത് പ്രസ്ഥാനത്തിനും സ്വാതന്ത്ര്യ സമരത്തിനുമെതിരെ പ്രമുഖരായ സമസ്ത നേതാക്കൾ തട്ടാങ്കര കുട്ടിയാമു മുസ്ലിയാർ, കുഞ്ഞൻബാവ മുസ്ലിയാർ, കുത്തുബി മുഹമ്മദ് മുസ്ലിയാർ പോലെയുള്ളവർ, ഇന്ന് നമ്മൾ ബാഫക്കി ഫൈസി എന്നൊക്കെ പറയുന്നതിൻ്റെ പഴയ അവരുടെ പൊതുപൂർവികന്മാർ എന്ന് നമ്മൾ പറയാറുണ്ടല്ലോ, കൊരങ്ങന്മാർ എന്ന് പറയുന്ന പോലെ ഇവരുടെ മുൻ കൊരങ്ങന്മാർ ശക്തമായി രംഗത്ത് വന്നു. ഈ വിഷയത്തിൽ അവർ ഗ്രന്ഥങ്ങൾ രചിച്ചു. അതിൽ ഏറെ ശ്രദ്ധേയമായ കൃതിയാണ് മഹക്കുൽ ഖലാഫ അല ഇസ്മിൽ ഖിലാഫ. ആ പുസ്തകം തുടങ്ങുന്നത് ഇങ്ങനെയാണ്: ഗാന്ധി മുതലായവരുടെ ഏഷണി ഫലിച്ച് ചില മുസ്ലിങ്ങളും ഹിന്ദി, ഇംഗ്ലീഷ്, തമിഴ്, കേരള മുതലായ ഭാഷകളിൽ ആയത്ത് ഹദീസുകൾ ചേർത്ത് പല പുസ്തകങ്ങളുണ്ടാക്കിയും പ്രസംഗങ്ങൾ ചെയ്തും ഇസ്ലാം ഗോത്രത്തിന് മനസ്സിനെ പല പ്രകാരത്തിലും സാരാംശം മനസ്സിലാവാതെ അന്താളത്തിൽ അകപ്പെടുത്തി നമ്മൾ ബ്രിട്ടീഷ് ഗവൺമെൻറ്റുമായി തർക്കുൽ മുവാലാത്ത് എന്ന് സമരത്യാഗം ചെയ്യൽ ഇപ്പോൾ എല്ലാവരുടെയും ആവശ്യമാണെന്നുള്ള നിലയിൽ രാജ്യങ്ങളിൽ കോശകൂട്ടി നടക്കുന്നതിനെപ്പറ്റി നമ്മൾ നേരായ ഇസ്ലാം മാർഗ സംബന്ധമായി ഖുർആൻ ഹദീസ് ഉലമാക്കളുടെ ഇബാറത്ത് ഒതുക്കൽ കൊണ്ട് ദൃഷ്ടാന്തം കാണിച്ച് താഴെ പറയുന്ന നല്ല മനസ്സോടുകൂടി സാരമായി ആലോചിക്കുക എന്ന് ഇസ്ലാമായ എല്ലാവരോടും താക്കീതായി താഴെ എഴുതുന്നു. ഒറ്റപ്പെട്ട ചില സുന്നി പണ്ഡിതന്മാർ ബ്രിട്ടീഷ് വിരുദ്ധ സമരങ്ങളെ പിന്തുണച്ചിരുന്നു. എങ്കിലും ഇത്തവണ ഇരുത്തം വന്ന
പണ്ഡിതർ ആയി സമസ്തയിൽ പരിഗണിക്കപ്പെടുന്ന ഒരാൾ പോലും അതിനെ പിന്തുണച്ചതായും അതിനുവേണ്ടി ആഹ്വാനം ചെയ്തതായും കാണുന്നില്ല. അതുകൊണ്ട് സമസ്ത മുസ്ലിങ്ങൾക്ക് ഇംഗ്ലീഷ് പഠനം വിലക്കിയത് ബ്രിട്ടീഷ് വിരോധം മൂലമല്ലെന്നുള്ള കാര്യം വ്യക്തമാണ്. മറിച്ച് ഇംഗ്ലീഷ് പഠിച്ചാൽ മുസ്ലിങ്ങൾ വഴിപിഴച്ചു പോകുമെന്നായിരുന്നു മതപണ്ഡിതരുടെ ഭയം. ഇത് വേറൊരു രീതിയിൽ നമ്മൾ പറയുന്നത് കേട്ടിട്ടുണ്ടാവും. അതായത് ഖുർആനിൻ്റെ പരിഭാഷ ഇറങ്ങിയതാണ് ഇന്ന് ഇസ്ലാം നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഇത് ഇങ്ങനെ എഴുതാൻ പാടില്ല, അറബിയിൽ മാത്രമേ പാടുള്ളൂ. അത് അറബിയിലുള്ള ഖുർആൻ ബോർഡിൽ പോലും എഴുതാൻ പാടില്ല. ബോർഡിൽ നമ്മൾ എഴുതിയിട്ട് അതിൻ്റെ ചോക്കുപൊടി താഴെ വീണ് അതിൽ ചവിട്ടൽ ഹറാമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇത് എഴുതാനോ ഒന്നും സമ്മതിക്കാതെ ഇങ്ങനെ കൊണ്ടു നടന്നിരുന്നൊരു കിതാബായിരുന്നു ഖുർആനും എന്നൊക്കെ പറയുന്നത്. ഇന്ന് ആ സാധനമാണ് ഇന്ന് വഴി കൂടെ പോകുന്ന ആളുകൾ എടുത്തിട്ട് അമ്മാനം പാടുന്നതെന്ന് പറഞ്ഞാൽ കുറഞ്ഞു പോകും. ഇന്ന് വഴി കൂടെ പോകുമ്പോൾ ഓടയിൽ നിന്ന് നമുക്ക് തപ്പിയെടുക്കാൻ കിട്ടുന്ന അവസരത്തിലേക്ക് മാറിയത് എന്ന് വേണം പറയാൻ. അത്രയ്ക്ക് അധപ്പതിച്ചിരിക്കുന്നു ഖുർആനിൻ്റെ അവസ്ഥ. ഓടയിൽ നിന്നുമാണ് ഇന്ന് ഖുർആൻ നമുക്ക് കിട്ടുന്നത്. ഓക്കെ, സമസ്ത ബ്രിട്ടീഷുകാരെ എപ്പോഴെങ്കിലും എതിർത്തിട്ടുണ്ടോ? സമസ്ത ബ്രിട്ടീഷ് ഗവൺമെൻറ് എടുക്കുന്ന ഒരു തീരുമാനവും എതിർത്തിട്ടില്ല എന്ന് പറഞ്ഞാൽ അത് ശരിയല്ല. ശൈശവ വിവാഹ നിരോധന നിയമത്തിനെതിരെ സമസ്ത ശക്തമായി രംഗത്ത് വന്നിട്ടുണ്ട്. ആഹാ, പറഞ്ഞു വന്നപ്പോൾ ഞാനൊന്ന് ശങ്കിച്ചു. പോട്ടെ, അൻവറലി, പെൺകുട്ടികളെ കെട്ടിക്കാനുള്ള പ്രായം 12 വയസ്സെങ്കിലും ആക്കാൻ വേണ്ടി 1929 കൊണ്ടുവന്ന ശാരദ ആക്ടിനെതിരെ ഈ പുരോഹിതന്മാർ ഒന്നടങ്കം ഇളകിയിട്ടുണ്ട്. അതിനെതിരെ പ്രചാര വേലകൾ നടത്തുകയും സമരങ്ങൾ ആവിഷ്കരിക്കുകയും ചെയ്തിട്ടുണ്ട്. വിവാഹപ്രായം ഉയർത്താനുള്ള എല്ലാ പരിശ്രമങ്ങളിലും എപ്പോഴും ഈ പുരോഹിത വർഗത്തിൻ്റെ നിലപാട് ഇത് തന്നെയാണ്. അത് നമ്മളിപ്പോഴും കണ്ടു. ഇതിപ്പോൾ 12 എന്ന് ആക്കുന്ന സമയത്തുള്ളതാണ് ഇവിടെ നിങ്ങൾ കണ്ടതെന്നുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിൽ ഈ അടുത്ത് നമ്മൾ കണ്ടത് 21 ആക്കുന്ന സമയത്താണ്. അപ്പോൾ 12 പോയി 16, 18, 21 ആകുമ്പോഴുള്ള അവസ്ഥയും ഇവർ ഒരേ കാര്യം തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒരു വ്യത്യാസവും ഇല്ല എന്നുള്ളത് ഇനിയെങ്കിലും ഒന്ന് മനസ്സിലാക്കുന്നത് നന്നാവും. വിവാഹം സ്ത്രീക്ക് അടിമത്തമാണ്. ഭാര്യ ഭർത്താവിൻ്റെ ഏത് ആവശ്യങ്ങളും നിറവേറ്റി കൊടുക്കേണ്ടവളാണ്. പ്രസവിക്കാത്ത സ്ത്രീയേക്കാൾ നല്ലത് വീട്ടിലെ ഒഴിഞ്ഞ പായയാണ് എന്നൊക്കെ പറഞ്ഞ ഗസാലിയുടെ അനുയായികൾ ഇത് ചെയ്തില്ലെങ്കിലല്ലേ അത്ഭുതമുള്ളൂ. ഇതാണ് മനസ്സിലാക്കേണ്ടത്. ഇനി ഇപ്പോഴും സ്ത്രീകളെ വീടിൻ്റെ ഉള്ളിൽ തളച്ചിടണമെന്ന് തന്നെയാണ് സമസ്ത സുന്നികളുടെയും കാന്തപുരം സുന്നികളുടെയും നിലപാട്. മതത്തിന് എതിരാകുന്ന എല്ലാ പുരോഗമന ആശയങ്ങൾക്കും ഇവർ എതിരാണ്. സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം നൽകൽ അനിവാര്യമായതുകൊണ്ട് മാത്രമാണ് ഇന്ന് വിദ്യാഭ്യാസം നൽകുന്നത്. പക്ഷേ അതിനുവേണ്ടി ഇവർ ധാരാളം ഇസ്ലാമിക അന്തരീക്ഷ സ്ഥാപനങ്ങൾ ഒരുക്കിയിട്ടുമുണ്ട്. സ്ത്രീകളെ കറുത്ത കയ്യുറകൾ ധരിപ്പിച്ച് പർദ്ദയ്ക്കുള്ളിൽ ഒതുക്കി വീട്ടിലിരുത്തുന്ന കുറേ ബനാത്ത് സ്ഥാപനങ്ങൾ ഇവർ സ്ത്രീകൾക്ക് വേണ്ടി നിർമ്മിക്കുന്നുണ്ട്. ഓക്കെ, 2012 നടന്ന സമസ്തയുടെ 85ാമത് വാർഷികത്തിലെ വാർഷികോപഹാരത്തിൽ പേജ് 495 ഇങ്ങനെ വായിക്കാം. എന്നാൽ സാക്ഷരതയുടെ പേരിൽ സ്ത്രീ പൊതുരംഗത്തും ഓഫീസുകളിലും രാഷ്ട്രീയ വേദികളിലും പുരുഷന്മാരോടൊപ്പം പ്രത്യക്ഷപ്പെടുന്നത് സമസ്ത എതിർത്തിട്ടുണ്ട്. സ്ത്രീകളുടെ പ്രഥമവും പ്രധാനവുമായ ദൗത്യം കുടുംബ ഭരണമാണല്ലോ. ആയിഷ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, സ്ത്രീകളെ നിങ്ങൾ മാളിക മുകളിൽ താമസിപ്പിക്കരുത്, അവർക്ക് എഴുത്ത് പഠിപ്പിക്കുകയും അരുത്, അവർക്ക് നൂൽക്കലും സൂറത്തുൻ നൂറും പഠിപ്പിക്കുക. ഇത് ഹാക്കിം ഉദ്ധരിക്കുകയും ബൈഹക്കി സ്വഹീഹാണെന്ന് സാക്ഷ്യപ്പെടുത്തുകയും ചെയ്തതാണ്. ഈ ഹദീസിൻ്റെ അടിസ്ഥാനത്തിൽ പൊതുവേദിയിലും ജനമധ്യത്തിലും ഇറങ്ങി വന്ന് ഇടപെടാൻ വേണ്ടിയുള്ള എഴുത്തുകുത്തുകൾ സ്ത്രീ പഠിക്കുന്നതിനെ സമസ്തക്കാർ നിരുത്സാഹപ്പെടുത്തിയിട്ടുണ്ട്. സ്ത്രീയുടെ മുഖ്യ ദൗത്യമായ കുടുംബ ഭരണത്തിന് ഭംഗം വരുന്ന യാതൊന്നും ഉണ്ടാകരുതെന്നാണ് സമസ്തയുടെ നയം. അത് തന്നെയാണ് ഇസ്ലാം പറയുന്നതും. ഇനിയെങ്കിലും ആർക്കെങ്കിലും എന്തെങ്കിലും സംശയമുണ്ടോ? താലിബാൻ തന്നെയാണോ സമസ്ത എന്ന് പറയുന്നതിൽ, സംശയിക്കുന്നതിൽ? അത് തന്നെയാണ്. കാരണം ഇവർ രണ്ടുപേരും പറയുന്നത് ഒരേ കാര്യമാണ്. നൂൽക്കലും സൂറത്തും നൂറും പഠിപ്പിച്ച് അവിടെ വീട്ടിലിരുത്തണം എന്ന് തന്നെയാണ് ഇസ്ലാം പറയുന്നത്. എഴുത്ത് പഠിപ്പിക്കരുത്, വീട്ടിൽ പുറത്തിറക്കരുത്, ഭരണ സംവിധാനത്തിൽ ഏറ്റരുത് എന്നൊക്കെ തന്നെയാണ് ഇവിടെ പറയുന്നത്. ഇത് പറയുമ്പോൾ ഒരു ചെറിയ കാര്യം നമ്മുടെ കുരുപൊട്ടിയ മദ്രസ പൊട്ടന്മാർ കൊണ്ടുവരാൻ സാധ്യതയുണ്ട്. അത് ഇസ്ലാമിലെ സ്ത്രീകൾ യുദ്ധങ്ങൾ വരെ നയിച്ചിട്ടുണ്ട് എന്നാണ് പറയുക. ശരി, ഇസ്ലാമിലെ സ്ത്രീ യുദ്ധം നയിച്ചു. ആരായിരുന്നു ശത്രു? അതുകൂടി പറയണ്ടേ. ആരാണ് ആ നയിച്ചത് ആയിഷ. ശത്രു ആരാണ്? ശത്രു അലി. അപ്പോൾ അലി ശത്രുവായത് എങ്ങനെയാണ്? അലിയും മുസ്ലിം അല്ലേ? അപ്പോൾ നിങ്ങൾ പറഞ്ഞു വന്നത് എന്താണ്? ഒരു കുടുംബ വഴക്ക്. ആ വഴക്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മി തല്ലി. അപ്പോൾ അതിനെ നിങ്ങൾ യുദ്ധമായിട്ട് പ്രഖ്യാപിക്കുന്നു. എന്നിട്ട് നിങ്ങൾ പറയുന്നു മുസ്ലിങ്ങൾ തമ്മിൽ നടക്കുന്ന യുദ്ധം, ഇതിനെ നിങ്ങൾ യുദ്ധമെന്ന് വിളിക്കുകയും ചെയ്യും അല്ലേ? കൂടുതലൊന്നും ഞാനൊന്നും പറയണ്ടല്ലോ. അപ്പോൾ ഇസ്ലാമിലെ യുദ്ധങ്ങൾ എന്ന് പറയുന്നത്
തമ്മിത്തല്ല്, ഇതുപോലെയുള്ള വക്കാണം, ഇതുപോലെയുള്ള കശപിശകൾ, കൊള്ളയടികൾ, ഇതെല്ലാമാണ് നിങ്ങൾ യുദ്ധം എന്ന് പറഞ്ഞ് പേരിട്ട് വിളിക്കുന്നത്. അവിടെ ആയിഷ നടത്തിയ യുദ്ധം എന്ന് പറഞ്ഞ് ജമൽ യുദ്ധം എന്ന് നിങ്ങൾ വിളിച്ചു പറയുന്ന സാധനം, അത് സത്യത്തിൽ മുസ്ലിങ്ങളായിരുന്നു അതിൻ്റെ എതിർപക്ഷത്ത് നിന്നിരുന്നത്, അത് അലി തന്നെയായിരുന്നു എന്നുള്ളതും കൂടി ഒന്ന് പറയണം. അപ്പോഴാണ് ആ യുദ്ധം ഒന്ന് പൂർത്തിയാവുകയുള്ളൂ. അപ്പോൾ ഇസ്ലാമിലെ യുദ്ധം പ്രതിരോധം മാത്രമൊന്നുമല്ല, ഇതുപോലെ കുടുംബ വഴക്ക് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കൂടിയാണ് നിങ്ങൾ യുദ്ധമെന്ന് ഓമന പേരിട്ട് വിളിക്കുന്ന ഈ കപട യുദ്ധങ്ങൾ എന്ന് ഒന്ന് പറയുന്നത് നന്നായിരിക്കും. കൊള്ളകൾ, അതുപോലെയുള്ള പിടിച്ചടക്കലുകൾ എല്ലാം നിങ്ങൾ ഇതുപോലെ യുദ്ധമെന്ന് പേരിട്ട് വിളിക്കുന്നത് ഒന്ന് നിർത്തണം. അതിന് സമയമായിട്ടുണ്ട് എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. അത് സാന്ദർഭികമായിട്ടൊന്ന് പറയുന്നത് മാത്രം. ഓക്കെ, ഇനി അവസാനിപ്പിക്കുന്നു. സമസ്ത എന്ന കേരള മുസ്ലിങ്ങളുടെ പ്രധാന മതസംഘടനയുടെ പിന്തിരിപ്പൻ നിലപാടുകളും മത കാഴ്ചപ്പാടുമാണ് ഇതുവരെ വായിച്ചത്. ഇവർ കേരള മുസ്ലിങ്ങളെ ഒരു തരത്തിലും പുരോഗതിയിലേക്ക് നയിച്ചിട്ടില്ല. കേരള മുസ്ലിങ്ങൾ മാത്രമല്ല, ലോകം മൊത്തമുള്ള എല്ലാ മുസ്ലിങ്ങളും ഇന്ന് അനുഭവിക്കുന്ന എല്ലാവിധ പിന്നോക്ക അവസ്ഥയ്ക്കും അരക്ഷിതാവസ്ഥയ്ക്കും കാരണം അവരുടെ മതവും അവരുടെ നായകരായ മതപണ്ഡിതന്മാരുമാണ് എന്ന് നമുക്ക് ഉറക്കെ പറയേണ്ട സമയമാണ് ഇവിടെ വന്ന് ഭവിച്ചിരിക്കുന്നത്. ഇതിൻ്റെ റെഫറൻസുകളൊക്കെ ഇവിടെ ഉണ്ട്. കുരുപൊട്ടിയ മദ്രസ പൊട്ടന്മാർക്ക് ആർക്കെങ്കിലുമൊക്കെ വേണമെങ്കിൽ ഇത് ഒന്ന് പോസ് ചെയ്ത് നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് എല്ലാം പോയി വായിക്കാം, എന്നിട്ട് മനസ്സിലാക്കാം. ഏതായാലും ഈ പോസ്റ്റിൽ കോൺട്രിബ്യൂട്ട് ചെയ്യ പ്രധാന വ്യക്തി ഉവൈസ് പുളിശ്ശേരി തന്നെയാണ്. അതുപോലെ ഇത് വലിയ തോതിൽ എഴുതി ഇത് ഇങ്ങനെ ഒന്ന് ക്രോഡീകരിച്ച് കൊണ്ടുവന്ന, വളരെ സ്ട്രക്ചേർഡായിട്ട് ഇത് എഴുതി നല്ല രീതിയിൽ ഇത് പോസ്റ്റ് ചെയ്ത് അൻവർ അലിക്ക് വലിയൊരു നന്ദി ഞാൻ അർപ്പിക്കുന്നു. ഇത് വായിക്കാൻ തിരഞ്ഞെടുത്തത് ഇത് ഈ രീതിയിൽ വായിക്കേണ്ട ഒരു വിഷയമായതുകൊണ്ട് മാത്രമാണ്. പ്രധാനമായിട്ട് മറ്റൊരു കാര്യം, താലിബാനെ തള്ളിപ്പറയാൻ നമ്മളെ മുസ്ലിങ്ങൾക്ക് 100 നാവുണ്ട് ഇപ്പോൾ. അത് നമ്മൾ അംഗീകരിച്ചു കൊടുക്കുന്നു, അപ്രീഷിയേറ്റ് ചെയ്യുന്നു. അപ്പോൾ കൂടെ തന്നെ നമ്മൾ പറയേണ്ട കാര്യമാണ്, താലിബാൻ ചെയ്യുന്ന അതേ പ്രവൃത്തി ആര് ചെയ്താലും നിങ്ങൾ തള്ളിപ്പറയണ്ടേ? ഇതാണ് രണ്ടാമത്തെ ചോദ്യം അതിൻ്റെ പിന്നാലെ വരുന്നത്. അതവർ സമ്മതിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അവിടെ ഒരു ഇരട്ടത്താപ്പുണ്ട്. ഈ താലിബാനിസം ഇതേപോലെ കൊണ്ടു നടക്കുന്ന ഒരു കൂട്ടം ആളുകളാണ് സമസ്ത. ഈ സമസ്തയെ കൂട്ടുപിടിച്ചുകൊണ്ട് ഞാൻ ചോദിക്കുന്നു, ഇപ്പോൾ ഇവിടുത്തെ സംഘപരിവാറുകാരെ ഏതെങ്കിലും വിധേന നിങ്ങൾ കൂട്ടുപിടിച്ചുകൊണ്ട് ഒരു കാര്യത്തിന് ഇറങ്ങിത്തിരിക്കുന്നു, അവരുടെ വേദിയിൽ പോകുന്നു എന്നൊക്കെ പറഞ്ഞാൽ ഇവിടെ വലിയ പ്രശ്നമാണ്. എന്നാൽ ഇവിടെ ഇന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന, ഇന്നും ലൈവായിട്ട് നിൽക്കുന്ന പ്രശ്നങ്ങൾ, അതിൻ്റെ സമാന രൂപത്തിലുള്ള എല്ലാ കൃത്യങ്ങളും ഇവിടെ ചെയ്തു വന്നിരുന്ന, നമ്മളുടെ സവർക്കറൊക്കെ ഷൂ നക്കുന്നതിന് മുന്നേ തന്നെ ബ്രിട്ടീഷുകാരുടെ അണ്ടർവെയറിൻ്റെ ഉള്ളിൽ ഇരുന്ന് പണി ഒപ്പിച്ചിരുന്ന ആളുകൾ ഇന്നിവിടെ ഈ രാഷ്ട്രീയത്തെ നിയന്ത്രിക്കുന്ന അവസ്ഥയിലേക്ക് വന്നിട്ട് അവർ ഉയർത്തുന്ന ഈ തരത്തിലുള്ള കാര്യങ്ങൾ ഇവിടെ കാണുമ്പോൾ അതിനെതിരെ ഒന്ന് ഗർജിക്കണമെന്നൊന്നും ഞാൻ പറയുന്നില്ല. ഒന്ന് ഒരു ഞരക്കമെങ്കിലും നിങ്ങൾ കാണിക്കണ്ടേ? ഇവിടുത്തെ രാഷ്ട്രീയക്കാരുടെ ഈ ഒരു കപടത, ഈ ഇരട്ടത്താപ്പ്, അത് ഇവിടെ പുറത്ത് കൊണ്ടുവരേണ്ടിയിരിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാനിത് ഇങ്ങനെ പറയുന്നതിൻ്റെ കാരണം, ഈ താലിബാനും സമസ്തയും തമ്മിൽ ഒരു വ്യത്യാസമില്ല എന്ന് മാത്രമല്ല, കേരളത്തിലെ താലിബാനാണ് സമസ്ത എന്ന ആ സ്റ്റേറ്റ്മെൻറ്റ് ഒരു 10 തവണയെങ്കിലും നമ്മൾ ഇന്ന് ഇവിടുന്ന് പറഞ്ഞിട്ട് ഇവിടുന്ന് മുന്നോട്ട് പോവുക. കേരളത്തിലെ താലിബാനാണ് സമസ്ത, കേരളത്തിലെ താലിബാനാണ് സമസ്ത, കേരളത്തിലെ താലിബാനാണ് സമസ്ത. ഇതിങ്ങനെ പറഞ്ഞിട്ട് തന്നെ നമുക്ക് മുന്നോട്ട് പോകേണ്ടിയിരിക്കുന്നു. ഇവരെടുത്തുകൊണ്ടിരിക്കുന്ന ഓരോ നിലപാടുകളും നമ്മൾ വിചാരിക്കും, ഓക്കെ, ഇപ്പോൾ യൂണിഫോം സിവിൽ കോഡിനെ എതിർക്കുന്നു, അതല്ലെങ്കിൽ ഇപ്പോൾ വിവാഹപ്രായത്തെ എതിർക്കുന്നു, അല്ലെങ്കിൽ സ്ത്രീകളുടെ വിദ്യാഭ്യാസത്തിൻ്റെ കാര്യങ്ങൾ വരുമ്പോൾ എതിർക്കുന്നു, യൂണിസെക്സ് യൂണിഫോമിന് വരുമ്പോൾ അതിനെ എതിർക്കുന്നു, അല്ലെങ്കിൽ സെക്സ് എഡ്യൂക്കേഷൻ വരുമ്പോൾ അതിനെ എതിർക്കുന്നു. അപ്പോൾ നമ്മൾ വിചാരിക്കും, ഓക്കെ, ആ എതിർപ്പ് കൊണ്ട് മുസ്ലിം സ്ത്രീകൾക്ക് മാത്രമാണ് കുഴപ്പമുണ്ടാകുന്നത് എന്ന് നിങ്ങൾ ധരിക്കുന്നുണ്ടെങ്കിൽ അതും തെറ്റാണ്. കാരണം ഇവിടെ ഇതുപോലുള്ള കാര്യങ്ങൾ വരുമ്പോൾ പലപ്പോഴും ഒരു മതേതരമായ സമൂഹത്തിൽ മതേതര സർക്കാരുകൾ എടുക്കേണ്ട നിലപാടുകൾ, അത് മതമുള്ളവരും ഇല്ലാത്തവരുമായിട്ടുള്ള എല്ലാ ആളുകളെയും ബാധിക്കുന്ന നിയമങ്ങളും പോളിസീസുമായിട്ട് വരുമ്പോൾ അതിലാണ് ഈ തരത്തിലുള്ള ബാർഗെയിനിങ്, ഈ ഒരു ലോബിയിങ് നടത്തിയിട്ട് അതിനെ ഹൈജാക്ക് ചെയ്ത് അതിനെ ഡീറെയിൽ ചെയ്യിക്കുന്നത് എന്ന് നമ്മൾ ഓർക്കണം. അപ്പോൾ അതുകൊണ്ട് ഈ പണി എടുക്കുന്ന ഈ സമസ്തയെ നമ്മൾ ചൂണ്ടിക്കാണിക്കേണ്ടിയിരിക്കുന്നു എന്ന് തന്നെയാണ് ഇവിടെ ആവർത്തിക്കാനുള്ളത്. അപ്പോൾ ഈ പോസ്റ്റ് നിങ്ങൾക്ക് വിശദമായിട്ട് ഇനിയും ഇതൊന്ന് വായിക്കണമെന്നുണ്ടെങ്കിൽ ഇത് ഈ QR കോഡ് വീഡിയോ പോസ്റ്റ് ചെയ്യുക, സ്ക്രീൻഷോട്ട് എടുക്കുക, അതിനകത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ പോസ്റ്റിലേക്ക് പോകാം. ഫേസ്ബുക്കിലെ ലിങ്കാണ് ആ കൊടുത്തിരിക്കുന്നത്, പബ്ലിക് പോസ്റ്റാണ്. അപ്പോൾ നിങ്ങൾക്ക് അതവിടെ വിശദമായിട്ട് വായിക്കാം. അൻവർ അലി ആണ് അവിടെ എഴുതിയിരിക്കുന്നത്, അദ്ദേഹത്തിൻ്റെ പ്രൊഫൈല് നിങ്ങൾക്കത് കിട്ടും. അപ്പോൾ അത് ഇവിടെ ഒന്ന് പറയുകയാണ്. ഇനി ഞാൻ അധികം നീട്ടുന്നില്ല. ഇത് വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ട് എങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് ഇതുപോലുള്ള കൂടുതൽ കാര്യങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുക. ഇതുപോലെയുള്ള വിവരങ്ങൾ വരുമ്പോൾ നമ്മൾ പങ്കുവെക്കാൻ വേണ്ടി മുന്നോട്ട് വരും.